ഓണവിപണിയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. പൂക്കളും പച്ചക്കറികളും ഓണത്തപ്പനും ഒക്കെയായി സജീവമാണ് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷൻ. തുമ്പപ്പൂ ഉൾപ്പെടെയുള്ള നാടൻ പൂക്കളും ഇവിടെ നിന്ന് വാങ്ങാനാകും. റാംഷ CP ആണ് ചേരുന്നത്. റാംഷ, എന്തായി ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകളാണ്. സാധനങ്ങളൊക്കെ ഇപ്പോൾ വില കുറച്ച് കിട്ടാൻ തുടങ്ങി കാണുമല്ലേ? മഴ ചതിച്ചു എന്ന് പലരും പറയുന്നത് കേട്ടു. വിനിത, അതുതന്നെയാണ് ഇവിടെയും ഒരു പ്രശ്നം. ഇടയ്ക്കിടെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ പൂർണ്ണമായും ഈ ചന്തയിലേക്ക് ഇറങ്ങി നടക്കുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ ഈ പൂക്ക് വാങ്ങുന്നതിന് വേണ്ടി അവസാനഘട്ടം നാളെ തിരുവോണത്തിന് പൂക്കളം ഗംഭീരമായി ഒരുക്കുന്നതിന് പൂക്കൾ വാങ്ങാൻ ആളുകളിങ്ങനെ തിരക്ക് കൂട്ടുകയാണ്. വലിയ നിലയിൽ ഇവിടെ പൂക്കൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ വലിയ നിലയിൽ തിരക്ക് അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഒരു മഴ ചെറിയ തോതിൽ പെയ്തത്. അതോടുകൂടി ആളുകൾ അല്പം ഒന്ന് തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊന്ന് പുറകോട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിപണി ഇപ്പോഴും സജീവമാണ് എന്നതാണ്. പച്ചക്കറി ആയാലും മറ്റ് പൂക്കളായാലും ഓണത്തപ്പൻ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെയുമായി ഇവിടെ സജീവമായി തന്നെ വിപണി ഉണ്ട്. ഇവിടെ ഓണത്തപ്പനെയൊക്കെ ഒരുക്കി കാത്തുവെച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ വിൽപ്പന നടത്തുന്ന ആളുകൾ, ചേട്ടനൊക്കെ ഇപ്പോൾ ഒരു ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. മഴ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ? ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ കച്ചവടം കുറവായത്. ഇപ്പൊ ആള് വരുന്നുണ്ടോ? വരുന്നുണ്ട്. മഴ ആണെങ്കിലും ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇന്നലെ എന്നാലും വിറ്റ് കുറച്ച് അവിടെ കൊണ്ടുകിടന്ന് വിറ്റ്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ ഇതൊക്കെ? കുറച്ചും കൂടി ഉള്ള തീരെ ഇതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവരിപ്പോ നേരത്തെ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഷീറ്റൊക്കെ ഇട്ട് മൂടി, മഴ വരുന്നത് കൊണ്ട് ഷീറ്റൊക്കെ ഇട്ട് മൂടി വച്ചിരിക്കുകയാണ്. ഇവിടെ തുമ്പ പറിച്ച് കൊണ്ടുവച്ചിരിക്കുന്നത് കാണാം. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൂക്കളത്തിൽ തുമ്പയാണല്ലോ. അതുകൊണ്ട് തുമ്പയൊന്നും ഇപ്പം നാട്ടിലെവിടെയും ഏതായാലും ലഭിക്കാനില്ല. ഇങ്ങനെ ഇവർ കൃഷി ചെയ്തിട്ടൊക്കെയാണ് ഇത് ഇവിടെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അത് വിൽപ്പന നടത്തുന്നു, അത് വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട്. തീർച്ചയായും നാളെ അതൊരു പ്രധാനപ്പെട്ട സാധനമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആളുകൾ അത് വാങ്ങാൻ എത്തുന്നത്. മുല്ലപ്പൂ നമുക്കിവിടെ കാണാം. ചേട്ടാ, മുല്ലപ്പൂവിനൊക്കെ എങ്ങനെയാ റേറ്റ്? എങ്ങനെയാ? നല്ല റേറ്റ് ആണോ? അല്ല, റേറ്റ് കുറവാ. 80 രൂപ. നോർമൽ നമ്മൾ എല്ലാ വർഷം ഇരിക്കുന്ന പോലെ തന്നെ 80 രൂപ ഒരു മുളത്തിന്. ശരി, അപ്പോൾ എന്തായാലും പൂവിപണിയിൽ നാടൻ പൂക്കളുണ്ട്. ഇപ്പൊ തുമ്പയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഉത്രാടപ്പാച്ചിലിന്റെ അവസാന ലാപ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓണമുണ്ണാനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായിരിക്കുന്നു. നാളെ തിരുവോണമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടിന്റെ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്.